വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ വിളിച്ചാലുടെ നടി വന്നെത്തുന്ന ഹീറോ ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കൂട്ടിപ്പോ റൈറ്റ് ആയാലും ശരി റോങ് ആയാലും ശരി തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല ഞാൻ പൊറുക്കില്ല നിങ്ങൾക്ക് അറിയാവുന്നതെല്ലാം മറ്റുള്ളവരെ അടിക്കാൻ മാത്രമാണ്. അതല്ലാതെ ടോണി ബോസിന് മറ്റൊന്നും അറിയില്ല. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ, ടോണിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അറിയാം. കൊച്ചുകുട്ടികളെ കളിയാക്കാനും അറിയാം. ടോണി ബോസ്, അത് കണ്ടോ? ആ കൊച്ചു ചെക്കൻ നോക്കുന്ന നോട്ടം കണ്ടില്ലേ? ടോണിയുടെ പഞ്ച് വാങ്ങിക്കാതെ ഇവനോടൊന്ന് പോകില്ലെന്നാ തോന്നുന്നേ. കൊച്ചുകുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് വളരെ തെറ്റാണ്. ഇപ്പൊ നീ ചെയ്യുന്ന കാര്യം വളരെ വളരെ തെറ്റാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ചെക്കനൊന്നുമല്ല. ഈ ചെക്കന്റെ ശബ്ദം വലിയവരുടെ പോലെ ഉണ്ടല്ലോ. കാരണം അവൻ കൊച്ചു ചെക്കനല്ല, വലിയ ആളാണ്. എന്റെ ഡിസ്റ്റന്റ് റിലേഷനായ എന്റെ ചിറ്റമ്മയുടെ മാമന്റെ ആന്റിയുടെ മോനാണ്. ഇവന്റെ പേര് ചോട്ടു. ഇവൻ കൊച്ചു പ്രായം മുതൽ ഇന്ന് വരെ ഉയരമായി വളർന്നിട്ടേ ഇല്ല. എല്ലാവരും എന്നെ ചോട്ടു ചോട്ടു എന്നാ വിളിക്കുന്നത്. ഐ എം സോറി, എനിക്ക് ആ കാര്യം അറിയില്ലായിരുന്നു. ഞങ്ങൾ എല്ലാരും നിങ്ങളോട് ഒറ്റ വാക്കിൽ സോറി പറയുകയാണ്. അതിന് ഇതിൽ നിങ്ങളുടെ തെറ്റ് ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ വിചാരിച്ചാ പോലും വലിയവനായി വളരാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും വളരാൻ പറ്റും. കാരണം ഞാൻ നിന്റെ പ്രോബ്ലത്തിന് ആവശ്യമുള്ള സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞു. ദേ അങ്ങോട്ട് നോക്ക്. ഒരു കുഞ്ഞു പക്ഷി. അതാണോ എന്റെ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ? ആ കാണുന്ന കൊച്ചു പക്ഷിയാണോ? അത് സാധാരണ പക്ഷി തന്നെയാണ്. പക്ഷെ എന്റെ കയ്യിൽ ഒരു മാഗ്നിഫൈങ് ഗണ്ണുണ്ട്. ഇതാ കണ്ടില്ലേ? ഇതിൽ നിന്നും പുറത്തേക്ക് വരുന്ന റേസ് ഏതൊരാളെയും മാഗ്നിഫൈ ചെയ്ത് വളരെ വലുതാക്കി മാറ്റും. എന്റെ ദൈവമേ, ശരിക്കും ഇതൊരു നല്ല കണ്ടുപിടുത്തം തന്നെയാണ്. ഞാനും നിങ്ങൾ കഴിക്കട്ടെ. ഈ മാഗ്നിഫൈങ് റേസ് കൊണ്ട് ചോട്ടു ചേട്ടന്റെ പ്രശ്നം പരിഹരിക്കാന്നാ തോന്നുന്നു. ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഞാനിതാ വളർന്നിരിക്കുന്നു. ഞാൻ വളർന്ന് വലിയവനായി. ഇനി എന്നെ ആരും ഒരിക്കലും കൊച്ചുകുട്ടികളെ പോലെ ട്രീറ്റ് ചെയ്യില്ല. താങ്ക് യു അങ്കിൾ. ചോട്ടു ചേട്ടൻ ഇപ്പൊ വലിയ സന്തോഷത്തിലാ. ഖുറാന അങ്കിൾ, നിങ്ങൾ ആ മാഗ്നിഫൈങ് ഗൺ എന്റെ കയ്യിൽ തന്നേക്ക്. ഞാൻ ആഹാരങ്ങളെല്ലാം മാഗ്നിഫൈ ചെയ്തേക്കാം. എന്നിട്ട് സൂപ്പർ ആയിട്ട് കഴിക്കും. എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അങ്കിൾ? മാഗ്നിഫൈങ് റേസിന്റെ എഫക്ട് ഇപ്പോഴും വർക്കാവുന്നെന്നാ തോന്നുന്നത്. അതാണത് നോർമൽ സൈസിൽ നിന്നും മോൺസ്റ്റർ സൈസിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ചോട്ടു ചേട്ടന്റെ കാര്യത്തിലും ഈ എഫക്ട് ഇപ്പോഴും വർക്കൗട്ട് ആവുന്നുണ്ടോ?
ചോട്ടു ചേട്ടൻ വലിയൊരു മോൺസ്റ്ററായി മാറിയിരിക്കുകയാണ്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇത് നല്ല രസമുണ്ട്. ഞാൻ എത്ര വലിയവനായി മാറിക്കഴിഞ്ഞു. ഇപ്പൊ ഞാൻ നിങ്ങൾ എല്ലാവരെക്കാളും വലിയവനാണ്. ഇതുവരെ ഈ ലോകം എന്നെ ചോട്ടു എന്ന് വിളിച്ച് കളിയാക്കിയില്ലേ? പക്ഷെ ഇന്നു മുതൽ നിങ്ങൾ എല്ലാവരും എന്റെ മുൻപിൽ ചോട്ടുവായി നിൽക്കുകയാണ്. നീ പിന്നെ നീ പിന്നെ പിന്നെ നീയും. നീ എന്റെ കാല് തട്ടിവിട്ട് എന്നെ വീഴ്ത്താൻ ശ്രമിച്ചില്ലേ? സോറി അറിയാതെ ചെയ്തു പോയതാ, എന്നോട് ക്ഷമിക്കണം. ഇപ്പൊ ഞാൻ നിന്നെ ഊതി പറപ്പിക്കാൻ പോവുകയാണ്. ഇപ്പോഴീ ചോട്ടു മോൺസ്റ്റർ വലിയ വലിയ ആളുകളെ പോലും ഭയപ്പെടുത്താൻ പോവുകയാണ്. രക്ഷിക്കണേ! വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ വിളിച്ചാലിട നടി വന്നെത്തുന്ന ഹീറോ ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കൂട്ടിപ്പോ റൈറ്റ് ആയാലും ശരി റോങ് ആയാലും ശരി തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. സൂപ്പർ സ്പീഡോ ചോട്ടു മോൺസ്റ്റർ ജനങ്ങളെ പേടിപ്പിക്കാതെ നമ്മൾ തടഞ്ഞു നിർത്തണം. ഫോർമുല നമ്പർ 804 അപ്ലൈ ചെയ്യേ. ഓക്കേ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 804. പക്ഷെ എന്നെ വിടാതെ പഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഞാൻ അവനെ വകവരുത്താം. വേണ്ട വേണ്ട സൂപ്പർ സ്പീഡോ, നമ്മുടെ ചോട്ടു മോൺസ്റ്ററിനും ആ മോൺസ്റ്റർ പക്ഷിക്കും ഒരു അബദ്ധം ഉണ്ടാവരുത്. നമ്മൾ ഇവരെ എല്ലാവരെയും വളരെ സേഫ് ആയിട്ട് താഴെ കൊണ്ടുപോകേണ്ടതാണ്.
നമുക്ക് അവനെ പിടിക്കാൻ ഒരു ഐഡിയ ചെയ്യാം. ഫോർമുല നമ്പർ 56 അപ്ലൈ ചെയ്യേ. All right, Kiko. Applying Formula 56. ഇപ്രാവശ്യം നമ്മുടെ വലയിൽ തീർച്ചയായിട്ടും ആ ചോട്ടു മോൺസ്റ്റർ കുടുങ്ങിപ്പോകും. ചോട്ടു ചേട്ടാ, എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുന്നു. എനിക്ക് പേടിയാവുന്നുണ്ട്. നീ ഇതിനു മുമ്പ് എന്നെ ഒരുപാട് കളിയാക്കിയതല്ലേ, ഇപ്പൊ അനുഭവിച്ചോ. നല്ലോണം എൻജോയ് ചെയ്യേ. സൂപ്പർ സ്പീഡോ, ഉടനെ തന്നെ നമുക്ക് ടോണിയെ രക്ഷിക്കണം. ഓക്കെ കീക്കോ. കലക്കി ടോണി ബോസ്, നിങ്ങൾ പേടിച്ച് വിറച്ച് കൂവി വിളിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. റോഡ് വഴി ഓടിക്കൊണ്ടിരിക്കുന്നു ലോറി. റോൾ നമ്പർ 420 പറയുന്നു സോറി. ഇനി നമ്മൾ എന്തെയും കേക്കോ? ചോട്ടു മോൺസ്റ്റർ പറന്നു പോയല്ലോ. ഒരുപാട് ദൂരെ അങ്ങ് പറന്നുപോയി. ഇതാണ് ശ്രിങ്കിംഗ് ലേസർ ബീം. ഇത് അവരുടെ ദേഹത്ത് കൊണ്ടാൽ ചോട്ടുവും പക്ഷിയും നോർമൽ സൈസിലേക്ക് മാറും. പക്ഷേ ഈ റേസിന് നീ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്? ആ ചോട്ടു മോൺസ്റ്ററേയും മോൺസ്റ്റർ പക്ഷിയെയും വളരെ ദൂരെ പറന്നുപോയല്ലോ. ഡോഡോ, ചോട്ടു മോൺസ്റ്ററിന് ജനങ്ങളെ ഭയപ്പെടുത്തുമ്പോഴാണ് കൂടുതൽ സന്തോഷം കിട്ടുന്നത്. എന്തായാലും ശരി, അവൻ ജനങ്ങളെ പേടിപ്പിക്കാൻ വീണ്ടും വരും. അപ്പൊ നമ്മള് ഈ ഷ്രിങ്കിംഗ് ഗണ്ണിന്റെ റേസിനെ ഷൂട്ട് ചെയ്തേക്കാം. R7ന്റെ ഡേഞ്ചർ ലൈറ്റ് വീണ്ടും ബ്ലിങ്ക് ആവുന്നു. എന്ത്? ചോട്ടു എന്ന മോൺസ്റ്റർ സിറ്റിയിൽ വന്ന് ജനങ്ങളെ പേടിപ്പിക്കുന്നു. ഇന്നു മുതൽ ഞാൻ ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്. ഇങ്ങോട്ട് നോക്ക് ചോട്ടുമോനെ. ഞാൻ പറയുന്നത്, അതായത് മോൺസ്റ്റർ ചോട്ടുമോനെ, നിനക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. കാരണം ഈ സ്ഥലത്ത് മേയറിന് മാത്രമേ താമസിക്കാൻ പറ്റൂ. അതായത് ഞാൻ മാത്രം. ഞാൻ എത്ര വലിയ സൈസിലാണെന്ന് കണ്ടതല്ലേ. എനിക്ക് താമസിക്കാൻ വലിയൊരു വീട് ആവശ്യമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ വീട് ഉള്ളതിൽ വെച്ച് ഏറ്റവും വലുതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ താമസിക്കും. പിടിവാദം വേണ്ട മോനെ. ഞാൻ പറഞ്ഞതല്ലേ, ഈ ബംഗ്ലാവ് സൺ സിറ്റിയിലെ മേയർ താമസിക്കാനുള്ളത് മാത്രമാണ്. എങ്കിൽ പിന്നെ ഇന്നു മുതൽ ഈ സൺ സിറ്റിയുടെ മേയർ ഞാൻ തന്നെയാണ്. ജില്ലയിലെ ജിങ്ക് ചിക്ക ജിം സിറ്റിയിൽ ഗുൽമാലി ചെയ്യുന്നവൻ ആരായിരുന്നാലും ഞാൻ അവനെ വിട്ടുവെക്കില്ല. സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം മേയർ സാറിന് നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ആണോ? മേയറെ രക്ഷിക്കാൻ നിങ്ങൾ വന്നിരിക്കുകയാണല്ലേ? പക്ഷെ എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ആര് വരും? ജനങ്ങളെല്ലാവരും എന്നെ കളിയാക്കുകയായിരുന്നു. ഇപ്പൊ ഞാൻ ജനങ്ങളെ എല്ലാവരെയും കളിപ്പിക്കാൻ പോവുകയാണ്.
ഞാൻ വീണ്ടും ചെറിയവനായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നില്ല. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 71. All right, Kiko. Activating Formula 71. എത്രയും പെട്ടെന്ന് ചോട്ടുവിനെ അറ്റാക്ക് ചെയ്യും. അവൻ വളരെ ഡേഞ്ചറസ് ആണ്. ഇതിനുശേഷം ചോട്ടുവിനെ വെറുതെ വിട്ടാൽ സൺസിറ്റിയിലെ ജനങ്ങൾക്ക് വളരെ ആപത്താണ്. വലിയ നഷ്ടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഫോർമുല നമ്പർ 43 അപ്ലൈ ചെയ്യ്. അപ്ലൈയിങ് ഫോർമുല 43. എന്റെ ദൈവമേ, ഇനി എന്ത് സംഭവിക്കും? ഹെലികോപ്റ്ററിൽ തൂങ്ങിക്കിടന്ന് സർക്കസ് കാണിക്കുന്നത് കണ്ടു. സാറ് ചുരുക്കി പറയുന്നത് എന്താന്ന് വെച്ചാൽ രക്ഷിക്കണേ, 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 രക്ഷിക്കണേ. ഈ ചോട്ടു ഹെലികോപ്റ്ററിനെ തകർക്കുമെന്ന് തോന്നുന്നത് ഞാനിവനെ അതിന് സമ്മതിക്കില്ല. ചോട്ടു വളരെ ദൂരത്തിലാണ് ഉള്ളത്. ഈ ഷ്രിങ്കിങ് ഗണ്ണിന്റെ റേസ് അത്രയും ദൂരെയൊന്നും പോവില്ല. എന്റെ കിക്ക് യൂസ് ചെയ്യേണ്ട സമയം ഇതാ എത്തിക്കഴിഞ്ഞു. ഐ ആം സോറി. സത്യമായിട്ടാണ് ഞാൻ പറയുന്നത്. മാഗ്നിഫൈയിങ് റേസ് കാരണം എന്റെ ദേഷ്യവും പല മടങ്ങ് അധികമായി പോയി. കണ്ണിൽ കണ്ട എല്ലാവരെയും ഞാൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഇപ്പോൾ ഞാൻ ശരിക്കും ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു. ഒരു മനുഷ്യൻ പൊക്കത്തിന്റെ കാര്യത്തിൽ കുറഞ്ഞവനാണെങ്കിലും അവൻ ചെറിയവനല്ല. നോക്കൂ, കീക്കോയും വളരെ ഷോർട്ടാണ്, പക്ഷെ വളരെ വലിയ സാഹസങ്ങളാണ് ചെയ്യുന്നത്. ഇന്നു മുതൽ ഞാനും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. കീക്കോ പിന്നെ സൂപ്പർ സ്പീഡോയെ പോലെ. ഇന്നു മുതൽ ആരും ചോട്ടു ചേട്ടനെ കളിയാക്കരുത്. തീർച്ചയായും ഒരിക്കലും കളിയാക്കില്ല. എല്ലാ മനുഷ്യരും പെർഫെക്റ്റ് ആയിരിക്കാൻ ചാൻസസ് ഇല്ല. ഓരോ മനുഷ്യനും എന്തെങ്കിലും ഒരു മൈനസ് പോയിന്റ് കാണും. ആ മൈനസ് പോയിന്റ് കവിഞ്ഞവൻ ജീവിച്ചു കാണിക്കുന്നില്ലേ, അതാണ് ശരിക്കുള്ള ജീവിതം. നീ പറഞ്ഞത് ശരിയാണ്. ശരിയാണ്, കീക്കോ.